ഉത്തര കന്നഡ ജില്ലയിലെ കാർവാറിന് സമീപം പാലം തകർന്നു. ഗോവയെ കാർവാറുമായി ബന്ധിപ്പിക്കുന്ന കാളി നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത്. പാലത്തിലൂടെ കടന്നുപോവുകയായിരുന്ന ടാങ്കർ ലോറി നദിയിലേക്ക് വീണു. ലോറി ഡ്രൈവറെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. ഷഫീഖ് നസ്രുള്ള വിവരണം അയച്ചിരുന്നു. ഷഫീഖ്, ഇതോടെ കാർവാറും ഗോവയുമായുള്ള റോഡ് വഴിയുള്ള ഗതാഗതം സ്തംഭിച്ചോ? ഉത്തരകന്നഡ കാർവാറിന് സമീപത്തുള്ള പാലമാണ് തകർന്നത്. രാത്രി ഇന്ന് പുലർച്ചെ 1:50 ഇത്തരം ഒരു അപകടം നടന്നത്. ഈ പാലം 40 വർഷം മുൻപ് പണിത പാലമായിരുന്നു. പാലത്തിൽ കൂടി കടന്നുപോവുകയായിരുന്ന ഒരു ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ടാങ്കർ ലോറി ഡ്രൈവർ ലോറിയുടെ മുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മത്സ്യത്തൊഴിലാളികളെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ ഗോവയിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് ഇങ്ങനെ അപകടപ്പെട്ടത്. തമിഴ്നാട് സ്വദേശി രാധാകൃഷ്ണ സ്വാമിയെ ആണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത്. ഈ ഡ്രൈവറുടെ നില ഗുരുതരമാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇയാൾ ഇപ്പോൾ കാർവാർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. ഈ പാലം അപകടപ്പെട്ടതിനെ തുടർന്ന് ഇതിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പാലം കൂടി അടച്ചു പൂട്ടി. അതോടൊപ്പം തന്നെ ഈ പാലത്തിന്റെ ബലം അതുപോലെ തന്നെ ഉറപ്പ് പരിശോധിക്കാൻ ദേശീയപാത അധികൃതരോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ഗോവയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലമാണിത്. മറ്റ് വഴി ഈ പാലം അടച്ചാലും വേറെ വഴിയിലൂടെ ഗോവയിലേക്ക് ബന്ധപ്പെടാനുള്ള കാർവാറിൽ നിന്ന് ഗോവയെ ബന്ധിപ്പിക്കുന്നതിനുള്ള പാലമുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു പാലം കൂടിയാണ്. ഇപ്പോൾ ഈ കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്നതിന് പിന്നാലെ അതിന്റെ ബലം പരിശോധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്.